ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് അതിർത്തി രേഖകളാണ്. അതിർത്തി രേഖകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയും ഇന്ത്യക്ക് അടുത്തുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബോർഡർ ലൈൻ അല്ലെ, ബോർഡർ ലൈൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വേൾഡ് ജോഗ്രഫി എന്നുള്ള ഭാഗത്തെ പാർട്ടാണിത്, അതിർത്തി രേഖകൾ. ഓക്കെ, ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. കൃത്യമായിട്ട് കേൾക്കാം, മനസ്സിലാക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ലൈനാണ് റാഡ്ക്ലിഫ് ലൈൻ. റെഡ് ക്ലിഫ് ലൈൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായിട്ടുള്ള രാജ്യങ്ങളാണല്ലേ, നമുക്കറിയാം പണ്ട് മുതലേ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഭയങ്കര റൂഡായിട്ടൊന്ന് കണക്കാക്കുക. റൂഡായിട്ടുള്ള ടീംസാണ് അല്ലെ, അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പടിയാണെന്നുള്ള രീതിയിൽ, റൂഡാണെന്നുള്ള രീതിയിൽ റാഡ് ക്ലിഫ് ലൈൻ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുക്കുക, റാഡ് ക്ലിഫ് ലൈൻ. നെക്സ്റ്റ്, ഇന്ത്യ ചൈന മാക്മോഹൻ ലൈൻ. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന ലൈനാണ് മാക്മോഹൻ ലൈൻ. ഓക്കെ, അപ്പൊ ഇത് ഞാനിപ്പോ കണക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് ചേന ഭയങ്കര മോഹമാണെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യക്കാർക്ക് ചേനയൊക്കെ ഭയങ്കര മോഹമാണെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയുടെ പേരാണ് മാക്മോഹൻ ലൈൻ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇന്ത്യക്കാർക്ക് ചേന ഭയങ്കര മോഹമാണ് എന്നുള്ള രീതിയിലൊന്ന് എടുക്കാം. നെക്സ്റ്റ്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ദുരന്ത് ലൈൻ. ഓക്കെ, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ദുരന്ത് രേഖ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഓർത്തെടുക്കാം? ഞാനിപ്പോ ഇത് ഓർത്തെടുത്തത് ഇന്ത്യക്കാര് ഗാനം പാടുന്നത് ഭയങ്കര ദുരന്തമാണെന്നുള്ള രീതിയിൽ എടുക്കാം. ഇന്ത്യക്കാര് ഗാനം പാടുന്നത് ഭയങ്കര ദുരന്തമാണെന്നുള്ള രീതിയിൽ എടുക്കാം. ഗാനം അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഗാനമാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യക്കാർക്ക് ഗാനം പാടുന്നത് ഭയങ്കര ദുരന്തമാണ് ദുരന്തലൈ എന്നുള്ള രീതിയിൽ ഒന്ന് എടുക്കാം. നെക്സ്റ്റ്, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ എന്ന് പറയുന്നത് പാക് കടലിടുക്കാണ്. നമുക്കറിയാം ഇന്ത്യയും ശ്രീലങ്കയും ഇന്ത്യക്ക് തൊട്ടടുത്ത് അല്ലെ, താഴെ ഭാഗത്താണ് എന്തുള്ളത്, ശ്രീലങ്കയുള്ളത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കടലിടുക്ക് എന്ന് പറയുന്നത് പാക് കടലിടുക്കാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും പാക് കടലിടുക്ക്. അപ്പൊ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ മാറിപ്പോകരുത്. ചിലപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പാക് കടലിടുക്കാണെന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ അങ്ങനെ സംശയിക്കും. അല്ല, ഇന്ത്യയും ശ്രീലങ്കയുമാണ് പാക് കടലിടുക്ക്. ഓക്കെ, ഇന്ത്യയിലെ സ്ത്രീകളൊക്കെ പാക് എടുത്തിട്ടാണ് നടക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഇന്ത്യയിലെ സ്ത്രീകൾ പാക് എടുത്തിട്ടാണ് നടക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്. നെക്സ്റ്റ്, ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ളത് 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖ 8 ഡിഗ്രി ചാനൽ. ഇന്ത്യക്കാർക്ക് 8 മാലയുണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുത്താൽ മതി. ഇന്ത്യക്കാർക്ക് എത്ര മാലയുണ്ട്? 8 മാലയുണ്ട്. മാലദ്വീപ് ഇന്ത്യക്കാർക്ക് 8 മാലയുണ്ട്. മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. നെക്സ്റ്റ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി രേഖ 3 ബേഗ കോറിഡോർ. ഇന്ത്യയും ബംഗ്ലാദേശും അല്ലെ, ബംഗ്ലാദേശ് അറിയാം, നമ്മളെ ഒരു റാ പോലെ ഇന്ത്യയുടെ ആ ഒരു ഈസ്റ്റ് ഭാഗത്ത് ഒരു റാ പോലെ അല്ലെ കവർ ചെയ്തിട്ടുള്ളതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അതായത് 3 ഭാഗവും ഇന്ത്യയാണ്. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ 3 ഭാഗത്തും ഇന്ത്യയുടെ പാർട്ടാണ് വരുന്നത്. താഴെ ഭാഗം വരുന്നത് അറബിക്കടലല്ല, ബംഗാൾ ഉൾക്കടലുമാണ് വരുന്നത് അല്ലെ. അപ്പോ 3 ഭാഗവും ഇന്ത്യയുമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 ബേഗ കോറിഡോർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ ബംഗ്ലാദേശും തമ്മിൽ ഉള്ള അതിർത്തി രേഖയുടെ പേരാണ് 3 ബേഗ കോറിഡോർ. നെക്സ്റ്റ്, ഇന്ത്യയും ചൈനയും മ്യാൻമറും തമ്മിലുള്ള ഒരു അതിർത്തി രേഖയാണ് ഹക്കാബോ റാസി. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്കാര് ചേനക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മ്യാൻമർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാൻ ആണ് കേട്ടോ, മനുഷ്യൻ. ഓക്കെ, ഇന്ത്യയിലെ മനുഷ്യന്മാര് ചേനക്കറി വെക്കാൻ വേണ്ടിയിട്ട് കക്ക പറിക്കാൻ പോയി എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ഒരു 3 പേരും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇന്ത്യയിലെ മ്യാൻമർ എന്ന് പറയുമ്പോൾ ഞാൻ മാൻ ആണ് എടുത്തത്. മ്യാൻമർ മാൻ. ഓക്കെ, ഇന്ത്യയിലെ മനുഷ്യന്മാര് ചൈന ചേനക്കറി വെക്കാൻ വേണ്ടിയിട്ട്
കക്ക പറിക്കാൻ പോയി, കക്ക പറക്കാൻ പോയി എന്നുള്ള രീതിയിൽ, കക്ക പറക്കാൻ പോയി എന്നുള്ള രീതിയിൽ ഹക്ക, കക്ക, ഹക്ക, കക്ക എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഹക്ക ബോറാസി. ഇന്ത്യയിലെ മനുഷ്യന്മാര് ചേന കറി വെക്കാൻ വേണ്ടിയിട്ട് കക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ് അതിർത്തി പോയത് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. കക്ക, ഹക്ക, ഹക്ക ബോറാസി. നമുക്ക് ആ ഓപ്ഷൻ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മുടെ ആൻസർ കിട്ടണം. അതാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണക്ഷൻസ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഞങ്ങൾ ഒന്നുകൂടി പറയാം. അതിർത്തി രേഖകളാണ് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ അല്ലെ. ഭയങ്കര റൂഡാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനിന്റെയും അതിർത്തിയിൽ. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ മക്മോഹൻ ലൈൻ ആണ്. ഇന്ത്യക്കാർക്ക് ചൈന ഭയങ്കര മോഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് ചൈന ഭയങ്കര മോഹമാണ്. മോഹൻ ലൈൻ, മക്മോഹൻ ലൈൻ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഡുറൻഡ് ലൈൻ അല്ലെ. ഇന്ത്യക്കാർ ഗാനം പാടി, അഫ്ഗാനിസ്ഥാൻ ഗാനം പാടി കഴിഞ്ഞാൽ ഭയങ്കര ദുരന്തമാണെന്നുള്ള രീതിയിൽ ഡുറന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി ലൈൻ പാക് കടലിടുക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകൾ പാക് എടുത്തിട്ടാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുക. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖ എന്ന് പറയുന്നത് 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖ 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യക്കാർ 8 മാല ഇടുന്നില്ല രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യക്കാർ 8 മാല ഇടുന്നില്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിലെ തീൻ ബേഗ കോറിഡോർ. ഇന്ത്യയുടെ ബംഗ്ലാദേശിന്റെ 3 ഭാഗവും എന്താണ്? ഇന്ത്യയാണ് അല്ലെ. ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 ഭാഗവും ഇന്ത്യ ആയതുകൊണ്ട് തീൻ ബേഗ കോറിഡോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ, ചൈന, മ്യാൻമാർ തമ്മിലുള്ള ഒരു അതിർത്തി രേഖ എന്ന് പറയുമ്പോൾ ഹക്ക ബോറാസി. ഇന്ത്യയിലെ മ്യാൻമാർ അല്ലെ മനുഷ്യന്മാര് ചേനക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേനക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കക്ക പറിക്കാൻ അതിർത്തി പോയി എന്നുള്ള രീതിയിൽ കക്കയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹക്ക ബോറാസി. അപ്പോൾ ചെറിയൊരു ക്ലാസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ പോയിന്റ് ആയിട്ട് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കൃത്യമായി പഠിക്കുക കേട്ടോ. ഓക്കെ, കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു.